പി ജയരാജൻ എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു, പക്ഷേ മകന്റെ ഫ്ളാറ്റിലാണ് വന്നത്. പക്ഷേ രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല. ഇതുവഴി പോയപ്പോൾ വന്നു, കണ്ടു, രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പി ജയരാജൻ അതിനുശേഷം കച്ചവടമൊക്കെ നടന്നില്ലേ? മാത്ര കച്ചവടം നടന്നില്ലേ? വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? അത് ചുമ്മാ കൊടുത്തതാ അല്ലല്ലോ. പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം. അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കരി നിർത്തണമെന്ന് താല്പര്യമൊന്നുമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്തു പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ പിന്നെ വിശ്വസിക്കുകയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിയമ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു പ്രശ്നമില്ല. നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. പി ജയരാജൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് തനിക്കെതിരെ. അതെ, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല. അപ്പൊ എനക്ക് സുഖവും എനക്ക് മരുന്നൊന്നുമില്ല. ആര്? മുഖ്യമന്ത്രി ജയരാജന് ചില കൂട്ടുകെട്ട് ദോഷമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. CPM-ന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അതുതന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ്. പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. ഈ പ്രസ്താവന നടത്തിയതിന് പുറകെ ശോഭാ സുരേന്ദ്രൻ പോയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. പി ജയരാജനെ പോലെ BJP-യുടെ ഏറ്റുമുട്ടി വന്ന ഒരാള് BJP-യിലേക്ക് പോയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയല്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? ജയരാജൻ പോകുന്ന എങ്ങനെയാ പറയാ? അത് പറയുന്നത് ശരിയല്ലല്ലോ. പോയാലും പോയില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. അതൊരു കാഷ്വലായി അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്നതിനപ്പുറത്ത് അതിനൊന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല. പിന്നെ നിശ്ചയമായി അതിപ്പോ ഏതാണ്ട് EP തന്നെ അത് ഹാഫ് തുറന്നില്ലേ? ഞാൻ പറഞ്ഞതിന്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ? എന്റെ അപ്പുറത്ത് ഞാനെന്തിനാ പുറകോട്ട് പോകുന്നു? ചായ കുടിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് കയറും. ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ പീടി ചായപ്പീടിയാണ്. ഇത് പൂർവ്വകാല ബന്ധുവില്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും? ചായപ്പീടിയൊക്കെ എഴുതല്ലോ. ജയരാജൻ ചായക്കട നടത്തിയിട്ടുണ്ടോ? എനിക്ക് പോയില്ല പോലും. എനിക്കെന്താ പ്രശ്നം? എന്റെ കുടുംബത്തിൽ നിന്നായിട്ട് അവരെ പോകുന്ന പോലെയാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷെ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യം, അവര് ആലോചിക്കേണ്ട കാര്യം. ഞാനാ തീരുമാനിക്കേണ്ട ഗുണവും ദോഷവും. BJP-ലേക്ക് പോകാറുള്ളത് ഇപ്പൊ CPM നേതാവിന്റെ പേര് വരുന്നത് ആദ്യമായിട്ടാണ്. അല്ല, അങ്ങനെയൊന്നുമല്ല. പലരും നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ നിന്ന് പോയിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് പാർട്ടി പോയിട്ടുണ്ട്. CPM-ൽ നിന്നും പോയിട്ടുണ്ട്, CPI-ൽ നിന്നും പോയിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ നടക്കുന്നുണ്ട്. കൊട്ടേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കൊട്ടേഷൻ? ആർക്ക് കൊട്ടേഷൻ? കൊട്ടേഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ല, നന്ദകുമാർ അല്ലല്ലോ എന്റെ രാഷ്ട്രീയ നേതാവ്. നന്ദകുമാർ അല്ലല്ലോ. വായി തോന്നിയത് വിളിച്ചു പറയുന്നത് നന്ദകുമാറിനെ പുറത്തെടുത്ത് എന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. പറയാൻ മനസ്സിലായോ? അതൊന്നും ഒരു എന്താ പറയുക, സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ. സ്ഥിരതയില്ലാത്ത, എന്തും പറയും, എന്തും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും. പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറികെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും. അതൊക്കെ അദ്ദേഹത്തിന്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ്, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളൊന്നും ആരുമില്ല. അല്ല, അതങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല. എനിക്കത് ഓപ്പൺ ചെയ്യാൻ മനസ്സിലായി. ഇന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്.
അതിന്റെ ഭാഗമായി ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു. ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക. എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ? ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം. അത് അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പോകുക എന്നല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ജയരാജൻ പോയില്ല പോലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പ് ദിവസമാണ്. എന്താണ് യുഡിഎഫിന്റെ അത് എന്റെ പ്രതീക്ഷ, നമ്മളെ പ്രതീക്ഷ, പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു, റിന്യൂ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലത്തെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ്. കാരണം നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക. ഇത്തവണ അതൊന്നുമല്ല. കാടാച്ചെറിയ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു 1000കണക്കിന് ആളുകൾ റോഡ് നീളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നാണ് രാവിലത്തെ ഒരു വാർത്ത. ഇവിടെ ഞാൻ കാണുന്നത്. ഞാൻ ഇതുവരെ ഞാൻ പഠിച്ച സ്കൂളാണ്. അന്ന് മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഈ ഏത് ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഭയങ്കര ബൂത്താണ്. ഭയങ്കര അല്ല, 2020 അടിക്കുന്നതിനെല്ലാം ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. 20-20 മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലല്ല ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ ആരെ വിലയിരുത്തല? കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തല. അതുകൊണ്ട് അതിനകത്ത് ഇതുമുണ്ട്, രണ്ടുമുണ്ട്. BJPയെ വിലയിരുത്തലുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ശരി, ഓക്കെ.